ഏറ്റവും മുമ്പ് സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടമാവട്ടെ ആയിട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഞാൻ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുന്നത്. ആ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ആ ഷോർട്ട് ഫിലിമിനെ പലപ്പോഴും ഈ ഷോർട്ട് ഫിലിം വലിച്ചത് സിനിമയാക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സുഖമില്ലായ്മ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും എനിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്രയും ഒരു സുഖമില്ലായ്മ എനിക്കത് ഫീൽ ചെയ്തിരുന്നില്ല. അത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ത്രെഡ് നന്നായിട്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോറടിക്കാതെ അത്രയും സാധാരണ എവിടെയും ലാഗില്ലാതെ ബോറടിക്കാതൊക്കെ വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മൂവിയുടെ പാട്ടാണ് ഒരു സിനിമ ഇറങ്ങിയും അതിൻ്റെ ആ ടൈറ്റിൽ പേരിൽ തന്നെ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറയുക? ആദ്യം തന്നെ അരുൺ സാറിനോടാണ് നന്ദി പറയേണ്ടത്, സോഹൻ റോയ് സാറിനോടും. ഇങ്ങനെ ഒരു ഫസ്റ്റ് മൂവി തന്നെ ടൈറ്റിൽ റോളായിട്ട് അഭിനയിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഇതിനകത്ത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? അരുൺ സാർ ഷോർട്ട് ഫിലിം എടുത്തിട്ട് ഞാനുണ്ടായിരുന്നു. അപ്പം കർണിക മൂവി ആക്കിയപ്പോഴും എന്നെ സെലക്ട് ചെയ്തിരുന്നു. അതെ അതെ. ഭയങ്കര കംഫർട്ടായിരുന്നു അഭിനയിക്കാൻ. അരുൺ സാർ നല്ലോണം ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു. ഞാൻ ആദ്യം അഭിനയിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അല്ലാണ്ട് നല്ല പ്രശ്നമൊന്നുമില്ലായിരുന്നു. തലശ്ശേരി, കണ്ണൂർ. ഷോർട്ട് ഫിലിംസിനാണ് ഫസ്റ്റ് മൂവിയാണ്. അതെ. നല്ലൊരു വിജയമാറട്ടെ. താങ്ക് യു.